യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 2ാം വർഷ ഹയർ സെക്കൻഡറിയുടെ അക്കൗണ്ടൻസി വിഷയത്തിൻ്റെ 3ാം അധ്യായമായ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതിൻ്റെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അതായത് സഞ്ചിത ലാഭം. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് ക്യാപിറ്റൽ, മൂലധനവുമായി വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യുന്നത്. എന്താണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്? അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ലാഭം മുഴുവനായിട്ടും അതിൻ്റെ ഉടമസ്ഥർക്ക് വിഭജിച്ച് കൊടുക്കാതെ അല്ലെങ്കിൽ വിധിച്ചു കൊടുക്കാതെ ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം ലാഭത്തിൻ്റെ ഒരു വിധം അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്ന ലാഭം ഓരോ വർഷവും കൂടിക്കൂടി വരും. അപ്പം അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന, അതായത് ഓരോ വർഷവും ഉണ്ടാകുന്ന ലാഭം ചേർത്ത് വെക്കുന്ന ഒരു എമൗണ്ട് തുകയാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അത് പല രീതിയിൽ വരാം. ചിലപ്പോൾ ജനറൽ റിസർവ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ റിസർവ് ഫണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ആയിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ 2 രീതിയിൽ വരാം. ഒരിക്കൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ഉണ്ടാകാം, അക്യുമുലേറ്റഡ് ലോസും ഉണ്ടാകാം. അപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ജനറൽ റിസർവ്, റിസർവ് ഫണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് എന്ന രീതിയിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ലാഭം നേരത്തെ ഉള്ള പാർട്ട്നേഴ്സ് അല്ലെ പങ്കാളികൾ അവരുടെ ശ്രമഫലമായിട്ട് ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലാഭം പുതിയതായി വരുന്ന പാർട്ട്ണർക്ക് കൊടുക്കാൻ സാധ്യമല്ല. അപ്പം അങ്ങനെ വരുന്ന ലാഭം പഴയ പാർട്ട്നേഴ്സ് അവരുടെ പഴയ റേഷ്യോയിൽ ഷെയർ ചെയ്യുന്നു. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഈസ് ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ. അപ്പം അതിന് ജനറൽ എൻട്രി വരുന്നത് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ഓൾഡ് റേഷ്യോ. ഇവിടെ ചിലപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ആയിരിക്കാം, ചിലപ്പോൾ റിസർവ് ഫണ്ട് ആയിരിക്കാം. റിസർവ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ് കാണിക്കുന്നെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് നമ്മൾ ഓൾഡ് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്. രണ്ടാമത് വരുന്നത് അക്യുമുലേറ്റഡ് ലോസ്. അക്യുമുലേറ്റഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷം ഉണ്ടായിരിക്കുന്ന നഷ്ടം ഇങ്ങനെ കൂടി വരുമ്പോൾ അത് നമ്മൾ അക്യുമുലേറ്റഡ് ലോസ് ആയിട്ട് കാണിക്കും. സാധാരണ ലോസ് നമുക്ക് കാണിക്കാം. ലോസ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്. സാധാരണ ലോസ് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് എവിടെ കാണാം? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് സാധാരണയായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരികയാണെങ്കിൽ അത് നമ്മൾ ലോസ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ ഷെയർഡ് ബൈ പാർട്ട്നേഴ്സ്. അപ്പോൾ ലോസ് ഷെയർ ചെയ്യുമ്പോൾ സാധാരണ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾഡ് റേഷ്യോയിലാണ് ഷെയർ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. രജീന്ദർ ആൻഡ് സുരീന്ദർ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 4:1. On April 1st, 2017, they admitted Narendra as a new partner. On that date, there was a balance of rupees 20,000 in general reserve and a debit balance of rupees 10,000 in profit and loss account of the firm. Past necessary journal entries regarding adjustment of accumulated profit or loss. ഇപ്പോൾ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, നരേന്ദ്രനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ബാലൻസ് ഷീറ്റിനകത്ത് 20,000 രൂപ ജനറൽ റിസർവും 10,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസും കാണിക്കുന്നു എന്ന് പറയുന്നു. ഈ 2 കാര്യങ്ങളും നേരത്തെയുള്ള പാർട്ട്നേഴ്സിൻ്റെ അധ്വാന ഫലമായിട്ടുണ്ടായതാണ്. അപ്പോൾ പഴയ പാർട്ട്നേഴ്സ് മാത്രമാണ് ഷെയർ ചെയ്യേണ്ടത്. പുതിയ പാർട്ട്നേഴ്സിന് അത് ഷെയർ ചെയ്യാനുള്ള അധികാരം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലാഭം, അത് ഇവിടെ വരുന്ന ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ ലാഭമാണ്. അതുപോലെ 10,000 രൂപ വരുന്ന ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലോസാണ്. അപ്പോൾ ഒന്ന് ലാഭം, ഒന്ന് നഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ ജനറൽ റിസർവ് എടുക്കാം. അപ്പോൾ ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. ഇപ്പോൾ നേരത്തെ ഉണ്ടായ ലാഭമാണ്. അത് ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ക്യാപിറ്റൽ കൂടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. നമ്മളുടെ ചെയ്യുന്ന ജേർണൽ എൻട്രി നോക്കാം. അതിന് ഡേറ്റ് എഴുതുന്നു. ദെൻ
General reserve account debtor 20,000. To Rajinder's capital 16,000. So Surinder's capital 4,000. അപ്പോൾ ജനറൽ റിസർവ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇത് അവരുടെ പഴയ റേഷ്യോ 4:1 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 20,000 ഇൻറ്റു 4/5. രജീന്ദ്രന് 16,000 വരും. അതുപോലെ 20,000 ഇൻറ്റു 1/5 സുരേന്ദ്രന് 4,000 വരും. ഇവിടെ വരുന്ന മറ്റൊരു ഐറ്റം ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ലോസ്. ലോസ് ഈസ് ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. നേരത്തെ ജനറൽ റിസർവ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ അക്യുമുലേറ്റഡ് ലോസും ഷെയർ ചെയ്യുന്നത് ഓൾഡ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ക്യാപിറ്റൽ കുറയും. ക്യാപിറ്റൽ കുറയുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് രജീന്ദറും സുരീന്ദറുമാണ്. അപ്പോൾ രജീന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 8,000, സുരീന്ദർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 2,000, ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് 10,000. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 10,000 ഇൻറ്റു 4/5 ആണ് രജീന്ദ്രന് വരുന്നത്. അതുപോലെ തന്നെ 10,000 ഇൻറ്റു 1/5 ആണ് സുരീന്ദ്രന് വരുന്നത്. ഇതാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. നെക്സ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലാണ്. നമുക്ക് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ ദ ബേസ് ഓഫ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് പുതുതായിട്ട് വരുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റലിനും അയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിനെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതിയ ഫേമിൻ്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയും അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നാമത് അവിടെ വരുന്നത് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ പാർട്ട്ണർ ഓൺ ദ ബേസ് ഓഫ് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ എയും ബിയും ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നിരിക്കാം. അവിടെ സി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണർ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ സിയുടെ ഷെയർ ഇപ്പം 1/5 ആണെന്ന് വിചാരിക്കാം. അയാൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 10,000 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം? ഇവിടെ നമ്മൾ വരുന്നത് 1/5 ആണ് സിയുടെ ഷെയർ. അയാൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ നമ്മൾ 10,000. അപ്പോൾ ഒരു ഷെയറാണ് അയാൾ കിട്ടുന്നത്. അല്ല, 5 ഷെയറിൽ ഒരു ഷെയറാണ് അയാൾ കിട്ടുന്നത്, സി കിട്ടുന്നത്. അപ്പോൾ ഒരു ഷെയറിനാണ് അയാൾ 10,000 രൂപ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് 5 ഷെയറിന് 10,000 ഇൻറ്റു 5/1 50,000 ആണ് ടോട്ടൽ ക്യാപിറ്റൽ വരിക. നെക്സ്റ്റ് ഫൈൻഡ് ദ ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ നമ്മളൊരു പുതിയ റേഷ്യോ വരും. പുതിയ പാർട്ട്ണർ വരുമ്പോൾ റേഷ്യോ വിൽ ചേഞ്ച്. അപ്പോൾ പുതിയ റേഷ്യോ പ്രകാരം എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച പുതിയ പാർട്ട്ണർഷിപ്പിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോ ഓൾഡ് പാർട്ട്നേഴ്സിനെയും ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. മൂന്നാമതായിട്ട് കമ്പയർ ന്യൂ ക്യാപിറ്റൽ വിത്ത് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ക്യാപിറ്റലും നേരത്തെ ഓൾറെഡി അവരുടെ ബാലൻസ് ഷീറ്റിലുള്ള ക്യാപിറ്റലും തമ്മിൽ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില ആളുകളുടെ ക്യാപിറ്റൽ കുറവായിരിക്കും, ചില ആളുകളുടെ ക്യാപിറ്റൽ കൂടുതലായിരിക്കും. അപ്പോൾ കുറവുള്ള ആളുകൾ കൂടുതൽ പൈസ കൊണ്ടുവരണം, കൂടുതലുള്ള ആളുകൾ കൂടുതലായിട്ടുള്ള പൈസ വിഡ്രോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിന് ജേർണലിൽ നോക്കാം. ഈ ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ ഒരാളുടെ ക്യാപിറ്റൽ കുറവാണെങ്കിൽ, ഇപ്പോൾ എയുടെ ക്യാപിറ്റൽ പിന്നെ പുതിയ റേഷ്യോ പ്രകാരം കുറവാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യണം? എ അത്രയും പണം ക്യാപിറ്റലായിട്ട് കൊണ്ടുവരണം. അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ കൂടും. ക്യാപിറ്റൽ കൂടുമ്പോൾ നമ്മളൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ വരുന്നത് എന്താണ്? ഇവിടെ എക്സസ് ഓഫ് ക്യാപിറ്റൽ. ചില ആളുകളുടെ ക്യാപിറ്റൽ പൈസ കൂടുതലായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾ എന്ത് ചെയ്യും? ഇത്രയും പൈസ എമൗണ്ട് കൂടുതലായിട്ട് വരുന്ന എമൗണ്ട് അവരുടെ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യും. അപ്പോൾ വിഡ്രോ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കുറയും. ക്യാപിറ്റൽ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇതാണ് എക്സസും അതുപോലെ ഷോർട്ടേജും വരുമ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. C is admitted into the firm for 1/4 share of profit. C brings in 20,000 as in respect of his capital. The capitals of all the partners A and B, after all adjustments relating to goodwill, revaluation of assets and liabilities, etc., rupees 45,000 and rupees 15,000 respectively. It is agreed that the partners' capitals should be according to new profit sharing ratio. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്
സി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണർ കൊണ്ടുവരികയാണ്. അപ്പോൾ അയാളുടെ ഷെയർ വന്ന് 1/4 ഈ 1/4 ഷെയറിനാണ് 20,000 രൂപ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ 20,000 രൂപ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ആ ടോട്ടൽ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? പഴയ എല്ലാ പാർട്ട്നേഴ്സും ഡിവൈഡ് ചെയ്യുക. അതിന് ബേസ് ചെയ്തിട്ട് പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എന്നിട്ട് അവരുടെ പുതിയതായിട്ട് കണ്ടുപിടിച്ച ക്യാപിറ്റലും പഴയ ക്യാപിറ്റലും തമ്മിൽ കമ്പയർ ചെയ്യുക. നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ സി ഷെയർ ഈക്വൽ ടു 1/4. സിക്ക് 1/4 കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് റിമൈനിങ് ഷെയർ. അപ്പോൾ 1/4 ഷെയർ സിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്നത് 3/4. ഈ 3/4 എന്ത് ചെയ്യുന്നു? പഴയ പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്യുന്നു ഇൻ ദെയർ ഓൾഡ് റേഷ്യോ. അപ്പോൾ എസ് ന്യൂ ഷെയർ ഈക്വൽ ടു 3/4 × 2/3. 3/4 ആണ് അവർക്ക് ബാക്കി വരുന്ന ഷെയർ. അത് നമ്മൾ നേരത്തെ ഉള്ള റേഷ്യോ 2:1 ആണ് പഴയ റേഷ്യോ. അപ്പോൾ 2:1 പ്രകാരം ഡിവൈഡ് ചെയ്യുമ്പോൾ എക്ക് 2/3 ബിക്ക് 1/3 ആയിരിക്കും. അപ്പോൾ 3/4 × 2/3 ഈക്വൽ ടു 6/12. അതുപോലെ തന്നെ ബിൻ്റെ ഷെയർ കണ്ടുപിടിക്കുക. ബീസ് ന്യൂ ഷെയർ ഈക്വൽ ടു 3/4 × 1/3 ആണ് നേരത്തെ പറഞ്ഞു, ഈക്വൽ ടു 3/12. സോ ന്യൂ റേഷ്യോ വിൽ ബി 6/12, 3/12, 1/4. അത് നമ്മൾ ഈക്വലൈസ് ചെയ്യുമ്പോൾ 6/12, 3/12, 3/12. അപ്പോൾ 6:3:3 ഈക്വൽ ടു 2:1:1. ഇതാണ് ന്യൂ റേഷ്യോ. അപ്പോൾ ഈ ന്യൂ റേഷ്യോ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്ത് പുതുതായിട്ട് കണ്ടുപിടിക്കുന്ന ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ നമുക്ക് നോക്കാം. സിസ് ക്യാപിറ്റൽ ഫോർ 1/4 ഷെയർ ഈക്വൽ ടു 20,000. അപ്പോൾ സി 1/4 ഷെയർ കൊണ്ടുവരുന്നതിന് അയാളുടെ ക്യാപിറ്റൽ 20,000 രൂപയാണ്. അപ്പോൾ 1/4 പറഞ്ഞാൽ നമുക്കൊന്ന് മൊത്തം നമ്മൾ 4 ഷെയറാണുള്ളത്. അത് ഒരു ഷെയറാണ് സി കൊടുത്തത്. അപ്പോൾ ഒരു ഷെയറിന് അയാൾ 20,000 രൂപ കൊണ്ടുവരികയാണെങ്കിൽ വാട്ട് വിൽ ബി ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം? ദറ്റ് ഈസ് ഈക്വൽ ടു 20,000 × 4/1. ദറ്റ് ഈസ് ഈക്വൽ ടു 80,000. അപ്പോൾ പുതിയ ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ സിയുടെ ഷെയർ പ്രകാരം 80,000 ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നു. ന്യൂ ക്യാപിറ്റൽ ഓഫ് എ ഈക്വൽ ടു 80,000 × 2/4. നമ്മൾ നേരത്തെ പുതിയ റേഷ്യോ കണ്ടു 2:1:1 ആണ്. അപ്പോൾ അത് പ്രകാരം എയുടെ ഷെയർ 2/4 ആണ്. അപ്പോൾ 80,000 × 2/4 40,000. ഇനി എസ് ക്യാപിറ്റൽ ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് എയുടെ ക്യാപിറ്റൽ ഇപ്പം നിലവിൽ എത്തിയുണ്ട് 45,000 ഉണ്ട്. പക്ഷെ പുതിയ റേഷ്യോ പ്രകാരം എത്രയും വേണ്ടു? 40,000 മാത്രം മതിയാവും. അപ്പോൾ അങ്ങനെ വരുമ്പം 5,000 രൂപ ഇവിടെ കൂടുതലാണ്. സോ എക്സസ് ക്യാപിറ്റൽ ഓഫ് എ ഈക്വൽ ടു 45,000 - 40,000 ഈക്വൽ ടു 5,000. ഇനി ഇതുപോലെ ബിയുടെയും കാണാം. ബീസ് ന്യൂ ക്യാപിറ്റൽ ഈക്വൽ ടു എന്താണ്? 80,000 × 1/4. അപ്പോൾ 1/4 20,000 വരും. അപ്പോൾ ബിയുടെ ക്യാപിറ്റൽ ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് 15,000 ആണ്. അപ്പോൾ അവിടെ നോക്കുക 20,000 രൂപയാണ് പുതിയ റേഷ്യോ പ്രകാരം വേണ്ടത്. പക്ഷേ നിലവിൽ അയാളുടെ ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? 15,000 രൂപയേ ഉള്ളൂ. അപ്പോൾ ദർ വിൽ ബി എ ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഷോർട്ടേജ് ഓഫ് ബീസ് ക്യാപിറ്റൽ ഈക്വൽ ടു 20,000 - 15,000 ഈക്വൽ ടു 5,000. അപ്പോൾ ബിക്ക് ഷോർട്ടേജ് ആണ്. അപ്പോൾ ബി എന്ത് ചെയ്യണം? 5,000 റുപ്പീസ് അഡീഷണൽ ആയിട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതിന് ജേർണലിൽ നമുക്ക് നോക്കാം. ആദ്യം എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അത് നമ്മൾ പറഞ്ഞു എയുടെ ക്യാപിറ്റൽ എന്താണ്? 5,000 രൂപ അധികമായിരുന്നു. ആ അധികമായ പൈസ അയാൾ എന്ത് ചെയ്യുന്നു? വിഡ്രോ ചെയ്തു. അപ്പോൾ എക്സസ് ക്യാപിറ്റൽ വിഡ്രോൺ ബൈ എ. പിന്നെ അതുപോലെ ബിയുടെ ക്യാപിറ്റൽ 5,000 രൂപ കുറവാണ്. അപ്പോൾ ബി എന്ത് ചെയ്യണം? 5,000 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ക്യാഷ് കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. പിന്നെ ബിയുടെ ക്യാപിറ്റൽ കൂടുന്നതുകൊണ്ട് ടു ബീസ് ക്യാപിറ്റൽ. അപ്പോൾ ഡിഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ ബി. ഇതാണ് അതിൻ്റെ ജേർണൽ എൻട്രി. അപ്പോൾ മറ്റൊരു രീതിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ന്യൂ ഫേം. അപ്പോൾ പുതിയ പാർട്ണർ അത് ടോട്ടൽ ക്യാപിറ്റൽ ഇസ് ഡിവൈഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് ഓൺ ദ ബേസ് ഓഫ് പ്രൊഫഷൻ. ഇവിടെ നമുക്ക് പുതിയ പാർട്ട്ണർഷിപ്പിൻ്റെ ക്യാപിറ്റൽ അവർ പുതിയ പാർട്ട്നേഴ്സും പഴയ പാർട്ട്നറും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു എമൗണ്ട് തീരുമാനിക്കുകയും ആ പുതിയ എമൗണ്ട് എന്ത് ചെയ്യുന്നു? എല്ലാവരുടെയും പുതിയ റേഷ്യോ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാം? പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൂടുതലോ കുറവോ വരാം. അത് അവരെന്ത് ചെയ്യണം? കൊണ്ടുവരികയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുകയോ ചെയ്യാം. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ കമ്പയർ ന്യൂ ക്യാപിറ്റൽ വിത്ത് എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എക്സസ് ക്യാപിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ വിഡ്രോ ചെയ്യും. വിഡ്രോ ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഷോർട്ടേജ് വരാം.
ഷോർട്ടേജ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അതിന് പൈസ കൊണ്ടുവരണം, അപ്പോൾ ക്യാപിറ്റൽ കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ജേണൽ എൻട്രിയാണ് ഇവിടെയും വരുന്നത്. നമ്മൾ നോക്കാം. ആൻഡ് വി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 2:1. She is admitted into the firm. The new profit share ratio among the partners after C's admission will be 2:1:1. The total capital of new firm will be rupees 1,20,000. The capital of A and B after all adjustments are A 50,000, B rupees 40,000. It is agreed that partners' capital should be according to new profit sharing ratio. ഇവിടെ നോക്കാം, നമ്മൾ എയും ബി ആണ് പാർട്ട്നേഴ്സ്, സി പുതുതായിട്ട് വരികയാണ്. സിയുടെ ഷെയർ ഇവിടെ പുതിയ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, പഴയ റേഷ്യോ ആയിട്ടുണ്ട്. പുതിയ റേഷ്യോ 2:1:1. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം വിൽ ബി 1,20,000. അപ്പോൾ പുതിയതായിട്ട് വന്ന ഫേമിൻ്റെ ക്യാപിറ്റൽ 1,20,000 ആണ്. ഇപ്പോൾ ഈ 1,20,000 നമ്മൾ എന്താ പറയുക 2:1:1 ഡിവൈഡ് ചെയ്യുക. ഇത് നേരത്തെയുള്ള പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ, എയുടെ 50,000 ആണ്, ബിയുടെ 40,000 ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ പുതിയ റേഷ്യോ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ, അപ്പോൾ അത് ന്യൂ റേഷ്യോ പറഞ്ഞത് 2:1:1 ആണ്. അതുപോലെ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം 1,20,000. അപ്പോൾ ഈ 1,20,000 നമ്മൾ എന്ത് ചെയ്യുക, 2:1:1 ഡിവൈഡ് ചെയ്താൽ മൂന്നാളുടെയും ക്യാപിറ്റൽ കാണാൻ പറ്റും. ന്യൂ ക്യാപിറ്റൽ ഓഫ് എ, അപ്പോൾ 1,20,000 ഇൻറ്റു 2/4 60,000. പേസ് ക്യാപിറ്റൽ ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് 50,000. അപ്പോൾ പുതിയ റേഷ്യോ പ്രകാരം എയുടെ ക്യാപിറ്റൽ 60,000 ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ നിലവിൽ എത്രയേ ഉള്ളൂ, ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് അവരുടെ ക്യാപിറ്റൽ ബാലൻസ് 50,000 ആണ്. 10,000 രൂപ എന്താണ് കുറവാണ്. ഷോർട്ടേജ് ഓഫ് എസ് ക്യാപിറ്റൽ ഈക്വൽ ടു 60,000 മൈനസ് 50,000 10,000. അപ്പോൾ 10,000 രൂപ എയുടെ ക്യാപിറ്റൽ കുറവായതുകൊണ്ട് എ എന്ത് ചെയ്യണം, 10,000 രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടതാണ്. ന്യൂ ക്യാപിറ്റൽ ഓഫ് ബി നമുക്കറിയാം 1,20,000 ഇൻറ്റു 1/4 ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ നമ്മൾ പറഞ്ഞു 2:1:1 പ്രകാരം 1/4 ആണ് വരുന്നത്. അപ്പോൾ ഈക്വൽ ടു 30,000. ബീസ് ക്യാപിറ്റൽ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എത്രയാണ് 40,000 ആണ് വരുന്നത്. അപ്പോൾ നിലവിൽ അയാളുടെ ക്യാപിറ്റൽ 40,000 ഉണ്ട്. പക്ഷേ പുതിയ റേഷ്യോ പ്രകാരം എത്രയുണ്ട്, 30,000 മാത്രം മതി. ഇപ്പോൾ 10,000 രൂപ എക്സസ് ആണ്. എക്സസ് ക്യാപിറ്റൽ ഓഫ് ബി ഈക്വൽ ടു 40,000 മൈനസ് 30,000 10,000. അപ്പോൾ എക്സസ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ബി അയാളുടെ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യും. അപ്പോൾ അതിൻ്റെ ജേണലിൽ നമുക്ക് നോക്കാം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമ്മൾ 10,000 രൂപയുടെ ക്യാപിറ്റൽ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യണം, 10,000 രൂപ കൊണ്ടുവരണം. അപ്പോൾ ക്യാഷ് കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, പിന്നെ അയാളുടെ ക്യാപിറ്റൽ എന്താവും കൂടുന്നതുകൊണ്ട് 2as ക്യാപിറ്റൽ 10,000. ഇപ്പം ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ബൈ എ. ഇനി ബിയുടെ ക്യാപിറ്റലാണ് നമ്മൾ പറഞ്ഞത്, ബിയുടെ ക്യാപിറ്റൽ എക്സസ് ആണ്, 10,000 രൂപ അധികമാണ്. അപ്പോൾ 10,000 രൂപ അധികമായ 10,000 രൂപ ബി വിഡ്രോ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കുറയും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് കുറയുന്നത് ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ എക്സസ് ക്യാപിറ്റൽ വിഡ്രോൺ ബൈ ബി. ഇതിൻ്റെ മറ്റൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ദ പാർട്ട്നേഴ്സ്. ഇവിടെ നിലവിലുള്ള പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നു, പുതിയ പാർട്ട്ണർ വരുന്നില്ല, പക്ഷേ അതിന് പകരം എന്ത് ചെയ്യുന്നു, അവരുടെ നിലവിലുള്ള റേഷ്യോയിൽ മാറ്റം വരാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഇപ്പോൾ 3:2 ആണെന്നിരിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഇനി മുതൽ 2:3 ആക്കുന്നു തീരുമാനിക്കുന്നു. അങ്ങനെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം വരികയാണെങ്കിൽ അതെന്താണ്, ഇറ്റ് റിലേറ്റ്സ് ടു അല്ലെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം. അഡ്മിഷൻ പോലെ തന്നെ അതിനെന്താ പഴയ പാർട്ട്ണർഷിപ്പ് ക്യാൻസൽ ചെയ്യും, പുതിയൊരു പാർട്ട്ണർഷിപ്പ് അവർ ഫോം ചെയ്യേണ്ടി വരും പുതിയ റേഷ്യോ പ്രകാരം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദർ വിൽ ബി, നമ്മൾ നേരത്തെ അഡ്മിഷനിൽ പറഞ്ഞ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇവിടെയും വരും. അപ്പോൾ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ഡിസൈഡ് ടു ചേഞ്ച് ദർ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിത്തൗട്ട് എനി അഡ്മിഷൻ ഓർ റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ സം പാർട്ട്നേഴ്സ് ഹാവ് ഗെയിൻ ഇൻ ദർ ഫ്യൂച്ചർ പ്രോഫിറ്റ്. അതിങ്ങനെ വരുമ്പം ചില ആളുകൾക്ക് എന്ത് ചെയ്യും, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൂടുതൽ വരാം. ചില ആളുകൾക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള പാർട്ട്നേഴ്സും ചിലപ്പോൾ അതിൻ്റെ ലാഭത്തിനകത്ത് കുറവ് വരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് പറഞ്ഞു, അവരുടെ എന്താണ് ഒരാളുടെ ആദ്യത്തെ റേഷ്യോ 3:2 ആണ്. 3:2 ആണ്. എക്ക് 3/5 കിട്ടോ, ബിക്ക് 2/5 കിട്ടോ അല്ലേ. അപ്പോൾ അവർ മാറ്റുകയാണ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റുകയാണ്, 2:3 ആക്കാൻ. 2:3 ആകുമ്പോൾ എക്ക് 2/5. അപ്പോൾ നേരത്തെ 3/5 കിട്ടിയിരുന്നു, ഇപ്പോൾ 2/5. അപ്പോൾ എക്ക് എന്താണ്, അവരുടെ ഫ്യൂച്ചർ പ്രോഫിറ്റിൽ ലോസ് ആണ്. ബിക്കാണെങ്കിൽ എന്താണ്, ബിക്ക് നേരത്തെ 2/5 ഉണ്ടായിരുന്നത്, പക്ഷേ പുതിയ റേഷ്യോ പ്രകാരം എത്ര വരും, 3/5 വരും. അപ്പോൾ ഒരു ഷെയർ അധികമായിട്ട് കിട്ടും ബിക്ക് അല്ലേ. അപ്പോൾ ബിക്ക് ഗെയിൻ ആണെന്ന് പറയാം. അതാണ് സം പാർട്ട്നേഴ്സ് ഹാവ് ഗെയിൻ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ് ആൻഡ് സം അതർ പാർട്ട്നേഴ്സ് ലൂസ് ദെയർ
പ്രോഫിറ്റ് ഇൻ ഫ്യൂച്ചർ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്ന് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു എന്താണ് പാർട്ട്നേഴ്സ് പൈസ കൊണ്ടുവരുന്നത്. ഇപ്പോൾ പൈസയിൽ നിന്ന് ഗുഡ് വില്ലിൽ ആരും കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഗുഡ് വിൽ ഈസ് റേസ്ഡ് അറ്റ് ഇറ്റ്സ് ഫുൾ വാല്യൂ ഇൻ ഓൾഡ് റേഷ്യോ. ഇതാണ് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഓഫ് ഗുഡ് വിൽ ഇൻ ദ ന്യൂ റേഷ്യോ. രണ്ട് ഇതാണ്. ഒന്ന് ഗുഡ് വിൽ എന്ത് ചെയ്യുന്നു, പഴയ റേഷ്യോയിൽ റേസ് ചെയ്യും. ഗുഡ് വിൽ റേസ് ചെയ്യും. ഗുഡ് വിൽ അക്കൗണ്ട് അറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വരും. അതുപോലെ റൈറ്റ് ഓഫ് ഗുഡ് വിൽ ഇൻ ദ ന്യൂ റേഷ്യോ, പുതിയ റേഷ്യോ പ്രകാരം ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട് ആ ജേണലിലാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു, അതിന് പകരം നേരത്തെ പറഞ്ഞതിന് പകരം നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ആദ്യം ഗുഡ് വിൽ റേസ് ചെയ്യുന്നു, പിന്നെ ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നു. അതിന് പകരം എന്ത് ചെയ്യുക, ആർക്കാണോ നഷ്ടം വന്നത് അല്ലെങ്കിൽ ആർക്കാണോ ലാഭം ഉണ്ടായത് അവരുടെ ക്യാപിറ്റലിലൂടെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പം ഡെബിറ്റ് ദ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അത് ഗെയിനിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അതായത് ആർക്കാണോ ലാഭം ഉണ്ടായത്, ലാഭം ഉണ്ടായ ആളെന്ത് ചെയ്യണം, നഷ്ടം വന്ന ആളുകൾക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കണം. അത് എമൗണ്ട് ഓഫ് ഗുഡ് വില്ലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ എത്രയാണോ നമുക്കുണ്ടായ നഷ്ടം അല്ലെങ്കിൽ എത്രയാണോ നമുക്കുണ്ടായ ലാഭം, അത്രയും എമൗണ്ട് ഓഫ് ഗുഡ് വിൽ, ഷെയർ ഓഫ് ഗുഡ് വിൽ എന്ത് ചെയ്യണം, അവരുടെ ക്യാപിറ്റലിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇവിടെ നമ്മൾ ഡെബിറ്റ് ദ ഗെയിനിങ് പാർട്ട്നേഴ്സ്, നേരത്തെ നമ്മൾ പറഞ്ഞു എക്കാണ് നഷ്ടം വന്നത്, ബിക്കാണ് ലാഭം ഉണ്ടായത് അല്ലേ. അപ്പോൾ ബിയുടെ ക്യാപിറ്റൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ബിയുടെ ക്യാപിറ്റൽ ഇവിടെ ഡെബിറ്റ് ചെയ്യുകയും എയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നു. അതായത് ബി ഹാസ് ടു കോമ്പൻസേറ്റ് എ ഫോർ ദ ഷെയർ ഓഫ് ഗുഡ് വിൽ. അപ്പോൾ എത്രയാണോ ഗുഡ് വില്ലിൻ്റെ ഷെയർ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം 60,000 ഗുഡ് വില്ലെങ്കിൽ 60,000 ഇൻറ്റു നേരത്തെ നമ്മൾ പറഞ്ഞു 1/5 വരിക നേരത്തെ ലാഭം അല്ലെങ്കിൽ നഷ്ടം വരുന്നത്. അപ്പോൾ 60,000 ഇൻറ്റു 1/5 12,000 രൂപ വരും. 12,000 രൂപ എന്ത് ചെയ്യണം, എ ഹാസ് ടു ഗിവൺ ടു ബി. ഇതാണ് ഇവിടെ വരുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ റേഷ്യോ ഓഫ് 2:1. On 1st April 2019, they decided to change their profit sharing ratio as equal. അപ്പം 2:1 അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അത് അവരെന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈക്വൽ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു 2019 ഏപ്രിൽ 1 മുതൽ. ഓൺ ദാറ്റ് ഡേറ്റ് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം വാസ് വാല്യൂഡ് അറ്റ് ₹60,000. അപ്പോൾ ആ സമയത്ത് ഗുഡ് വിൽ വാല്യൂ ചെയ്തപ്പോൾ 60,000 ഗുഡ് വില്ലിൻ്റെ വില. അപ്പോൾ നെസസറി ജേണൽ എൻട്രീസ് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഏത് പാർട്ട്ണർക്കാണ് ലാഭം ഉണ്ടായത് അല്ലെങ്കിൽ ഏത് പാർട്ട്ണർക്കാണ് നഷ്ടമുണ്ടായത്. ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്തതിലൂടെ ചില പാർട്ട്ണർക്ക് എന്ത് ചെയ്യും, അവരുടെ പ്രോഫിറ്റിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന പ്രോഫിറ്റിനകത്ത് കുറവ് വരാം, അവരുടെ ഷെയറിനകത്ത് കുറവ് വരാം. അതുപോലെ തന്നെ ചില പാർട്ട്ണർക്ക് എന്ത് ചെയ്യാം, അവരുടെ പ്രോഫിറ്റിൻ്റെ ഷെയറിനകത്ത് വർധനവുണ്ടാകാം. അതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് നോക്കാം. റേഷ്യോ ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു 2:1. ന്യൂ റേഷ്യോ ഓഫ് എ ആൻഡ് ബി 1:1 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എക്ക് നേരത്തെ 2:1 2/3 ഷെയറാണ് ലഭിച്ചിരുന്നത്. പുതിയ റേഷ്യോ പ്രകാരം 1:1 ആണ്. അപ്പോൾ 1/2 ഷെയർ മാത്രമേ അയാൾക്ക് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ കൂടുതലാണോ കുറവാണോ നമ്മൾ നോക്കണം. ഇപ്പോൾ 2/3 3 ഷെയറിനകത്ത് 2 ഭാഗം അയാൾക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഇനി മുതൽ എന്താണ്, 2 ഷെയറിനകത്ത് ഒരു വിഹിതം മാത്രമേ അയാൾക്ക് ലഭിക്കുകയുള്ളൂ. പഴയ റേഷ്യോ വലുതും പുതിയ റേഷ്യോ ചെറുതുമാണ്. അപ്പോൾ പഴയ റേഷ്യോ വലുതായതുകൊണ്ട് അയാൾക്ക് എന്താണ്, ചേഞ്ച് ഇൻ റേഷ്യോ ഓഫ് എ. ഇപ്പോൾ 2/3 മൈനസ് 1/2, 2/3 വലുതായതുകൊണ്ട് അപ്പോൾ നേരത്തെയുള്ള റേഷ്യോ വലുതും പുതിയ റേഷ്യോ ചെറുതുമാകുമ്പോൾ അവർക്ക് എന്താണ്, ദേ വിൽ ഹാവ് എ ലോസ്. 2/3 മൈനസ് 1/2 അതാണ് 4/6 മൈനസ് 3/6 ഈക്വൽ ടു 1/6. അപ്പോൾ ഇവിടെ നമുക്ക് എക്ക് അയാളുടെ ഷെയറിനകത്ത് 1/6 ഭാഗം നഷ്ടം വരുന്നതാണ് പറയുന്നത്. ഇനി ബിയുടെ കാര്യം നോക്കാം. ചേഞ്ച് ഇൻ റേഷ്യോ ഓഫ് ബി. ബിയുടെ നേരത്തെ റേഷ്യോ 1/3 ആയിരുന്നു, പുതിയ റേഷ്യോ 1/2 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, 1/2 എന്ന് പറഞ്ഞാൽ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ കൂടുതലാവും, നേരത്തെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1/2 മൈനസ് 1/3 അതാണ് എന്താണ്, 3/6 മൈനസ് 2/6 ഈക്വൽ ടു 1/6. ബിക്ക് എന്താണ്, ബി ഹാസ് എ ഗെയിൻ ഇൻ ഹെസ് പ്രോഫിറ്റ്. അയാളുടെ പ്രോഫിറ്റിനകത്ത് ഒരു ഗെയിനാണ് ഉണ്ടാകുന്നത്, വർധനവാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആർക്കാണോ വർധനവുണ്ടായത് ആ വർധനവുണ്ടായ ആളുകൾ എന്ത് ചെയ്യണം, കുറവുണ്ടായിട്ട് ഒരു കോമ്പൻസേഷൻ കൊടുക്കണം. അതായത് ബിക്ക് ഇവിടെ പ്രോഫിറ്റിനകത്ത് ഒരു വർധനവുണ്ട്, എക്ക് അയാളുടെ പ്രോഫിറ്റിനകത്ത് കുറവാണ്. അപ്പോൾ ബി ഹാസ് ടു കോമ്പൻസേറ്റ് എ. അത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഷെയർ ഓഫ് ഗുഡ് വിൽ, എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ടു ബി അഡ്ജസ്റ്റഡ് ഈക്വൽ ടു ഗുഡ് വില്ലിൻ്റെ വില ഇവിടെ നമുക്ക് നേരത്തെ കണ്ടിട്ടുണ്ട് 60,000 ആണ്. അപ്പോൾ അതിൻ്റെ
ഗെയിൻ അല്ലെങ്കിൽ ലോസ് ഉണ്ടാകുന്ന ഷെയറാണ് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ 60,000 ഇൻറ്റു 1/6 ഈക്വൽ ടു 10,000. ഇപ്പോൾ ഇവിടെ കോമ്പൻസേഷൻ്റെ എമൗണ്ട് 10,000 ആണ്. ബി ഹാസ് ടു കോമ്പൻസേറ്റ് എ ഫോർ എൻ എമൗണ്ട് ഓഫ് ₹10,000. ബി എന്ത് ചെയ്യണം? 10,000 രൂപ എക്ക് കോമ്പൻസേഷനായിട്ട് നൽകണം. ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത് നോക്കാം. ഇവിടെ ബി ആണ് പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ ബിയുടെ ക്യാപിറ്റൽ എന്താവും? അത്രയും പൈസ ക്യാപിറ്റലിലൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റലിലൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ബിയുടെ ക്യാപിറ്റലിൽ നിന്ന് 10,000 രൂപ കുറവ് വരും. അപ്പോൾ ബിയുടെ ക്യാപിറ്റൽ കുറയുന്നതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ കുറയുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 10,000. ഇനി ആർക്കാണ് കൊടുക്കേണ്ടത്? എക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എയുടെ ക്യാപിറ്റൽ വിൽ ഇൻക്രീസ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ് ടു എന്ത് ചെയ്യണം? എസ് ക്യാപിറ്റൽ 10,000. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മൾ ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുമായി ബന്ധപ്പെട്ടിട്ട് കോമ്പൻസേഷൻ നൽകുന്നതിനുള്ള ജേണൽ എൻട്രി എഴുതേണ്ടത്. ഇനി കൂടാതെ നമുക്കിവിടെ ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാകുമ്പോൾ ഓൾ അതർ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് ലൈക്ക് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ ആ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും എവിടെ നടക്കണം? ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നടക്കുന്ന സമയത്തും വേണമെന്നാണ് പറയുന്നത്. കാരണം ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരുമ്പോൾ നേരത്തെയുള്ള പാർട്ട്ണർഷിപ്പ് ക്യാൻസൽ ആവുകയും അതിന് പകരം എന്ത് ചെയ്യണം? പുതിയൊരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ആർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേമിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ എവിടെ നടക്കണം? ഈ ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സമയത്തും നടക്കണം. അതുപോലെ അഡ്മിഷൻ സമയത്ത് നമ്മൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ടോ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും എവിടെയും ചെയ്യണം? ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലും ചെയ്യണം. അതിലൊന്നാമത്തെയാണ് ഗുഡ് വില്ല്. ഗുഡ് വില്ല് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടതാണ്. രണ്ടാമത് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അപ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യുകയും ഇതിൻ്റെ ലാഭനഷ്ടം പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുകയും വേണം. മൂന്നാമത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസോ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഇറ്റ് വിൽ ബി ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദർ ഓൾഡ് റേഷ്യോ. ദെൻ വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെന്റ് രീതിയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ക്യാപിറ്റൽ കുറയുകയാണെങ്കിൽ കൊണ്ടുവരണം, കൂടുകയാണെങ്കിൽ വിഡ്രോ ചെയ്യണം. ഇത്രയുമാണ് ഈ ക്ലാസ്സിനകത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.